ഈ കർക്കിടകത്തിനെ പറ്റിയുള്ള ചരിത്രം ഒന്ന് പറയാമോ? കർക്കിടക ചികിത്സയെ കുറിച്ചിട്ടാണോ? അതെ, കർക്കിടകത്തിനെ കുറിച്ച് ചരിത്രം ഉണ്ടാവില്ല, ചികിത്സയിൽ തന്നെ ഒരു ചരിത്രം ഉണ്ടായിട്ടാണല്ലോ അത് വരിക. തീർച്ചയായിട്ടും. മലയാളികൾ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളായിരുന്നു. ഒരു കാലത്ത് ഒരു 50 വർഷം മുമ്പ് വരെയും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇവിടെ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും അതോടൊപ്പം തന്നെ ജമ്മികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജമ്മികളിലെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളുകൾ അവർക്ക് നൂറുകണക്കിന് തൊഴിലാളികളുണ്ടായിരുന്നു. ഇവരെല്ലാം പണിയെടുക്കുന്നത് കാർഷിക മേഖലയിൽ വിളകളിലും അതോടൊപ്പം പാടങ്ങളിലൊക്കെ ആയിരുന്നു പണിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ മഴക്കാലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇത്തരം പണികളൊന്നും നടക്കില്ല. കൃഷിപ്പണികളൊന്നും സ്വാഭാവികമായിട്ടും നടക്കില്ല. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന പണി എന്ന് പറയുന്നത് കൃഷിപ്പണി അങ്ങ് നിർത്തുമ്പോഴാണ് കർക്കിടകം എന്ന് പറയുന്നത് വറുതിയുടെ ഒരു മാസമായിട്ട് കണ്ടത്. ഇപ്പം ഒരു 50 വർഷത്തേക്ക് മുമ്പ് ഇവിടെ ഓലകെട്ടുണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ പാടത്ത് പണിയെടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇവർക്കൊന്നും ഈ പണികളൊന്നും നടക്കാതിരിക്കുമ്പോൾ അവരുടെ കുടുംബം പട്ടിണിയിലേക്ക് മാറിപ്പോകും. അതിനെ അതിജീവിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ, അതായത് തൊഴിലാളികൾ കണ്ടെത്തിയ പണികളായിരുന്നു അവർ കപ്പ അഥവാ മരിച്ചിനി ഉണക്കി സൂക്ഷിക്കും. അതോടൊപ്പം തന്നെ മാങ്ങ കാലമാകുമ്പോൾ മാങ്ങ കഴിക്കുകയും അതിൻ്റെ പാണ്ടി വിത്ത് അത് സൂക്ഷിച്ചു വയ്ക്കും. ഇതുകൂടാതെ തന്നെ ഇതുപോലെയുള്ള കാർഷിക വിളകളൊക്കെ അവരെന്തെയും സൂക്ഷിച്ചു വയ്ക്കും. ഈ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ ഇവർ ഈ കർക്കിടക മാസത്തിലാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഒരു ഔഷധക്കഞ്ഞിയുടെ ഒരു സ്വഭാവത്തിലേക്ക് അത് മാറിയത് എന്നുള്ളതാണ്. അപ്പം പാണ്ടി വെച്ചിട്ട് മാങ്ങയുടെ വിത്ത് വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു ഔഷധക്കഞ്ഞിയായിട്ട് മാറിയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ജമ്മികളും പ്രഭുക്കന്മാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ആ സമയത്ത് മറ്റ് പണികളൊന്നുമില്ലല്ലോ, അവർ ശരീരത്തെ ശുദ്ധീകരിക്കാനും പരിപോഷിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള വിവിധതരം അന്നുണ്ടായിരുന്ന ആയുർവേദമായിരുന്നു. അങ്ങനെ ആയുർവേദ ചികിത്സകളിലേക്ക് അവർ പോയിരുന്നു. അങ്ങനെയാണ് കർക്കിടക മാസം ഒരു ചികിത്സയുടെ കാലഘട്ടമായിട്ട് മാറിയത് എന്നുള്ളതാണ്. അല്ലാതെ ചികിത്സയും കർക്കിടകവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആളുകൾ ഫ്രീ ഉണ്ടായിരുന്ന സമയം, തൊഴിലാളികൾ ഫ്രീ ഉണ്ടായിരുന്ന സമയം അവരിതുപോലെയുള്ള മാറ്റി വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു കഞ്ഞിക്കൂട്ടുണ്ടാക്കിയിട്ട് അവർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതൊരു ഔഷധ കഞ്ഞിയായിട്ട് മാറുകയും പൈസ ഉണ്ടായിരുന്ന ആളുകൾ ജമ്മികളും പ്രഭുക്കന്മാരും ഒക്കെ സ്വാഭാവികമായിട്ട് ചികിത്സയിലേക്ക് തിരിയുകയും ചെയ്തു. അങ്ങനെയാണ് കർക്കിടകം ഒരു ചികിത്സയുടെ മാസമായിട്ടും ഔഷധക്കൂട്ടുകളുടെ ഒരു മാസമായിട്ട് മാറിയത് എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്.